ഇൻഡോർ സ്റ്റേഡിയത്തിലെ കളവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ കൗൺസിലർമാർ നടത്തിയ സമരം പ്രഹസനമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ലജ്ജാവഹമായ സമരമാണ് പ്രതിപക്ഷം നടത്തിയത്. മോഷണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാൻ സമയം വൈകിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതിൻ്റെ ഭാഗമായാണ് പരാതി നൽകാൻ വൈകിയത്. ഇക്കാര്യം പ്രതിപക്ഷ കൗൺസിലർമാരെ അറിയിച്ചിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചു. എന്നാൽ വസ്തുത ഇതാണെന്നിരിക്കെ രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ സമരം ലജ്ജാവഹമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇൻഡോർ സ്റ്റേഡിയത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന നിരവധി വാർത്തകളാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. വളരെയധികം വേദന തോന്നുന്നൊരു കാര്യം, ചാലക്കുടി നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഏതാണ്ട് 80 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങൾ മോഷണം പോയി എന്നതാണ് ഒരു ചാനലെന്ന് പറഞ്ഞാൽ പത്രക്കാരുടെ ആളൊന്നുമില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഒരു ബ്ലോഗർ അദ്ദേഹം ഇവിടെ ജനങ്ങളോട് പറഞ്ഞു. 1 ലക്ഷമല്ല, 2 ലക്ഷമല്ല, 80 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങൾ കളവ് പോയി എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു തരം താഴ്ന്ന പരിപാടിയാണ്. ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ മോഷണം പോയതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അവയെല്ലാം നിർമ്മിക്കുന്നതിനും മറ്റുമായി നടത്തിയ പരിശോധനയിൽ നിന്ന് അവർ തന്ന റിപ്പോർട്ടിൽ ഒരു 3.5 ലക്ഷം 2,87,250 രൂപയുടെ സാധനങ്ങളാണ് അതിൽ നിന്ന് മോഷണം പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അതിനേക്കാൾ വിചിത്രമായി കാണുന്നൊരു കാര്യം, ചാലക്കുടി നഗരസഭയിൽ വിരലെണ്ണാവുന്നൊരു പ്രതിപക്ഷമുണ്ട്. വലിയൊരു കണ്ടുപിടുത്തം നടത്തി എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഇവിടെ ചെറിയൊരു സർക്കസ് നടത്തിയത്. വളരെ ലജ്ജ തോന്നുന്ന ഒരു കാര്യമായിപ്പോയി. ഞാൻ ഇതുവരെ അത്തരത്തിൽ തരം താഴ്ന്നൊരു പ്രവർത്തനം ഈ LDFിൻ്റെ ഭാഗത്തു നിന്ന് ചാലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറയുന്നത് 27/4/24 ചാലക്കുടിയുടെ MC ഒരു മാസക്കാലം, ഏകദേശം 1 മാസക്കാലം മുമ്പ് നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ചില വാൽവുകൾ നഷ്ടപ്പെട്ടു എന്നും അന്ന് അവിടെ തീ അണയ്ക്കാൻ വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഇവിടെ ഈ ചാലക്കുടിയിലെ തൂണിനും തുരുമ്പിനും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ചില കൗൺസിലർമാർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇന്നലെ ബോധോദയം ഉണ്ടായ പോലെയാണ് ഇവിടെ കിടന്ന് കാണിക്കുന്ന ഗോഷ്ഠികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. ഈ സംഭവം ഉണ്ടായി അന്ന് തന്നെ ചാലക്കുടി നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിൻ്റെ ഒരു പരിശോധന നടത്താനായി ഒരു പരാതി അന്ന് തന്നെ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷെ അതിൻ്റെ പരാതി കൊടുക്കുമ്പോഴത്തെ സാങ്കേതികത്വം അറിയാവുന്ന നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരു റിപ്പോർട്ട് സഹിതം പരാതി കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തത്.